ലെബനിലെ പേജർ അപകടം നമ്മൾ കണ്ടു. ഏകദേശം 3000-ഓളം പേജർ ഒരേ സമയം പൊട്ടിത്തെറിച്ചു. അതിനകത്ത് 10-30 പേർ മരണപ്പെട്ടു. 300 പേർക്കോളം ഗുരുതര പരിക്ക് വന്നു. 3000 ആൾക്കാർക്ക് ഇഞ്ചുറി വന്നു. പേജർ ആശയവിനിമയത്തിന് മാത്രം ഹിസ്ബുള്ള ഉപയോഗിക്കുന്നതാണ്. അവർ മൊബൈൽ ഉപയോഗിച്ചാൽ, ലാപ്ടോപ്പ് ഉപയോഗിച്ചാൽ അത് ലൊക്കേറ്റ് ചെയ്ത് അവരെ തട്ടിക്കളയും ഇസ്രയേലിലെ ഇന്റലിജൻസ് ഏജൻസി. അതുകൊണ്ട് അവർ പേജറിൽ കൂടെയാണ് ആശയം കൈമാറുന്നത്. ഇപ്പം പൊട്ടിത്തെറിച്ചപ്പം ഇതിനകത്ത് ഏകദേശം 3 ഗ്രാം എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഈ പേജറിനകത്തുണ്ടായിരുന്നു. അത് ഒരേ സമയം പൊട്ടിത്തെറിച്ചിട്ടാണ് ഇത്രയും 3000-ലധികം പേർക്ക് പരിക്കേറ്റത്. 300 പേർക്ക് ഗുരുതര പരിക്ക്. എല്ലാവർക്കും സാധാരണ പേജർ വെക്കുന്നത് നമ്മൾ മൊബൈൽ ആണെങ്കിൽ നമ്മൾ പോക്കറ്റിൽ വെക്കും, അല്ലെങ്കിൽ നമ്മൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെക്കും, അല്ലെങ്കിൽ കൈ വെക്കും. പേജർ ആകുമ്പോൾ മിക്കവാറും പാൻറ്റിൻ്റെ ബെൽറ്റിൻ്റെ അവിടെയാണ് നമ്മൾ സൗകര്യാർത്ഥം വെക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വയറിലും ലോവർ അബ്ഡോമിനിലും നെഞ്ചിലും ഗുരുതരമായ പരിക്കുണ്ടായി പൊട്ടിത്തെറിയിൽ. വാക്കി ടോക്കിയും അതേസമയം തന്നെ പൊട്ടിത്തെറിച്ചു. റേഡിയോ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഉള്ള ഡിവൈസ് എല്ലാം ഒരേ സമയം ഒരു ഡിജിറ്റൽ വാറ പോലെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഇതിനകത്തിപ്പോൾ ഒരു മലയാളി കണക്ഷൻ വന്നിരിക്കുന്നു. ഇത് സപ്ലൈ ചെയ്ത് തായ്വാനിലെ നോട്ട ഗ്ലോബൽ എന്ന കമ്പനിയാണ്. അവർ ഗോൾഡ് അപ്പോളോ എന്നൊരു നോർവീജിയൻ കമ്പനിയാണ് ഇത് ഓർഡർ കൊടുത്തത്. അങ്ങനെയാണ് ഏകദേശം 5000-ഓളം പേജർ തായ്വാൻ കമ്പനിക്ക് ലഭിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിചാരം. നോർവീജിയനിലെ ടെക് ഗുരു എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്, റിൻസൻ ജോസ്. മാനന്തവാടിക്കാരനാണ്. അയാൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചയാളാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ് ഉണ്ട്, MBA-കാരനാണ്. അത് പല ജോലികളും ബാംഗ്ലൂരും ഒക്കെ ചെയ്തു. 2016 UK പോയി. 2013 UK പോയി. 2016 വരെ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം 2016 നോർവീജിയയിൽ പോയി. അപ്പോൾ നോർവീജിയൻ പൗരത്വമാണ്. അവിടെ ധാരാളം ഷെൽ കമ്പനികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുമുണ്ട്. ഒരു പ്രവർത്തനം ഇല്ലെങ്കിൽ ചുമ്മാ പോയി എല്ലാവരും പോയി കമ്പനി രജിസ്റ്റർ ചെയ്യും. അതിനാണ് ഷെൽ കമ്പനി എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനവും ഉണ്ടാവില്ല. അതുപോലെ പല ആൾക്കാർക്കും ഒരു ഇടനില ഒരു കമ്പനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഷെൽ കമ്പനി യൂസ് ചെയ്യും. അതുപോലെ ആയിരിക്കണം ഏതായാലും ഈ ഇന്ത്യൻ, പ്രത്യേകിച്ച് മലയാളിയായ റിൻസൺ ജോൺസനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് BBC ഉൾപ്പെടെയുള്ള ലോകത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും ആ റിൻസൺ ജോസിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പം മനസ്സിലാകുന്നത് ഈ പൊട്ടിത്തെറി കഴിഞ്ഞ ഉടൻ തന്നെ റിൻസൺ ജോൺസൺ USA കുടിയേറി അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. 2016 നോർവീജിയൻ പൗരത്വം സ്വീകരിച്ച ഈ വ്യക്തി അവിടെ പല കമ്പനികളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം സ്വന്തമായിട്ട് രൂപീകരിച്ച ഒരു കമ്പനിയാണ് ഗോൾഡ് അപ്പോളോ. അതൊരു കടലാസ് കമ്പനിയാണെന്ന് പറയുന്നു. അതിൽ കൂടെയാണ് ഈ തായ്വാനിലെ 5000 പേജറിൻ്റെ വില പോയത്. 1.6 മില്യൺ യൂറോയാണ് പോയിരിക്കുന്നത്. ഏകദേശം 15 കോടിയോളം രൂപ ഈ റിൻസൺ ജോൺസന്റെ കമ്പനി മുഖേന തായ്വാനിലേക്ക് പോയിട്ടുണ്ട്. ഇതും ഒരു ഷെൽ കമ്പനിയാണ് എന്ന് പറയുന്നു. 12 കമ്പനികളുടെ ഓർഗനൈസേഷൻ ഒന്നിച്ച് ചേർന്ന ഒരു കമ്പനി തന്നെയാണ് ഈ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്നു. ഏതായാലും ഇതിൻ്റെ മാനേജ്മെന്റ് കംപ്ലീറ്റ് റിൻസൺ ജോൺസ് ആണ്, മലയാളിയാണ്. മൊസാദും റിൻസൺ ജോസുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. കാരണം മൊസാദിൻ്റെ പല ഷെൽ കമ്പനികൾ യൂറോപ്പിലും വേൾഡ് മുഴുവൻ ഉണ്ട്. അവരുടെ ബിസിനസ്സുകൾ കംപ്ലീറ്റ് അങ്ങനെയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഏത് കമ്പനിയാണ് അത് നൽകിയെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പേജർ പൊട്ടിത്തെറിച്ചത്, അത് അസംബിൾ ചെയ്തത് എവിടെയാണ്, അത് അതിൻ്റെ പണം കൈമാറ്റം ചെയ്ത് ഗോൾഡ് അപ്പോളോ കമ്പനി മുഖേന തന്നെ, അതിന് സംശയമില്ല.
അത് നോർവീജിയൻ കമ്പനി മലയാളിയുടേതാണ്. ആ ആളുടെ അറിവോടുകൂടി ആണോ ഈ ഇതിനകത്ത് എക്സ്പ്ലോഷനുള്ള ഡിവൈസസ് വെച്ചത് എന്നറിയില്ല. അതൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം ഷെൽ കമ്പനികൾ പല പല കമ്പനിയിൽ കൂടെ കൈമാറ്റം ചെയ്താണ് എൻ്റെ ഓർഡർ പോയിരിക്കുന്നത്. അതിൻ്റെ ക്യാഷ് വന്നിരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. ഏതായാലും നോർവീജിയൻ പൗരനായ ഇന്ത്യക്കാരൻ, പ്രത്യേകിച്ച് മലയാളിയുടെ കമ്പനി ആണ് ഗോൾഡ് അപ്പോളോ എന്ന് കണ്ടെത്തിയോടുകൂടിയാണ് ആ സപ്ലൈയുടെ ഒരു ലിങ്ക് കണ്ടെത്തിയെന്ന്. അതിലപ്പുറം ഒന്നും നമുക്ക് അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കുറേയൊക്കെ വിവരങ്ങൾ ലഭിക്കുമെന്നല്ലാതെ ഇതിനകത്ത് വലിയ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പം തന്നെ ഈ നോർവീജിയൻ പൗരത്വം സ്വീകരിച്ച മലയാളി റിൻസ് ജോസ് അമേരിക്കയ്ക്ക് കടന്നു. യാതൊരു വിവരവും ഇല്ല. കമ്പനി ഇപ്പം വിളിച്ചിട്ട് BBC അതുപോലെ ലോകത്തിലെ പല പത്രമാധ്യമങ്ങളും ഈ ആളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കണ്ടെത്താൻ കഴിയില്ല. കാരണം അപകടമുണ്ട്. റിൻസൺ ജോസിന് തീർച്ചയായിട്ടും ഭീഷണിയുണ്ട്, അപകടമുണ്ട്, മൊസാദിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവാം. എങ്ങനെയാണ് ഈ പേജറിനകത്ത് ഈ എക്സ്പ്ലോസീവ് സാധനം കടത്തിയെന്നൊന്നും അറിയത്തില്ല. ഇത് ഇസ്രയേൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് പല യൂറോപ്യൻ പേരുകളിൽ യൂറോപ്യൻ കമ്പനി കൂടെ കടത്തി വിട്ടതാണോ എന്നും അറിയില്ല. അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അല്ലാതെ അത് ട്രാൻസിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലോ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തോ ഇതിനകത്ത് ഡിവൈസ് വെക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് സംശയം. അതൊക്കെ പിടിക്കപ്പെടും. പക്ഷേ ഈ കമ്പനികളെല്ലാം സപ്ലൈ ചെയ്തതെല്ലാം അത് ഇസ്രയേലിൻ്റെ വിവിധ പേരുകളിലുള്ള കമ്പനി തന്നെയായിരിക്കാം. ലോകത്തിലുള്ള പല ടെക്നീഷ്യൻസും പല ടെക്കുകളും അതിനകത്ത് ചേർന്നിട്ടുണ്ടാവാം ജോലിക്ക് വേണ്ടിയിട്ട്. ഇന്ത്യക്കാർ ധാരാളം ഉണ്ടാകാം, വിദേശികളുണ്ടാകാം, മലയാളികളുണ്ടാകാം. അങ്ങനെ സംഭവിച്ചതാണ് റിൻസൺ ജോസിൻ്റെ ഇപ്പോഴത്തെ ഈ പണ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടത്. കമ്മീഷൻ കിട്ടുന്ന പല ഇടനില കമ്പനികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ സംഭവിച്ചതാകാം എന്ന് കരുതുന്നു. എന്തായാലും മാനന്തവാടിയിൽ ജനിച്ചു വളർന്ന അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി തന്നെയാണ്. അതിനുശേഷം ബാംഗ്ലൂർ പഠനം തുടർന്നു. MBA ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇദ്ദേഹത്തിൻ്റെ സഹോദരനും ഇംഗ്ലണ്ടിൽ ഒന്നിച്ചാണ് പോയിരിക്കുന്നത്. ആ സഹോദരന് നോർവീജിയൻ പൗരത്വം ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ നോർട്ട ഗ്ലോബൽ എന്ന കമ്പനി അവർ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള BAC എന്ന ഒരു കമ്പനി മുഖേന ബന്ധപ്പെട്ടിട്ടാണ് ഈ നോർവീജിയൻ ടെക് ഗുരുവായ നമ്മുടെ റിൻസ് ജോസിൻ്റെ ഗോൾഡ് അപ്പോളോ കമ്പനി അത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇടനിലയ്ക്ക് ഇരിക്കുന്ന ധാരാളം കമ്പനിയുണ്ട്. BAC കമ്പനിയിൽ 12 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഒന്നിച്ചു ചേർന്ന് ഉള്ള ഒരു കമ്പനിയാണ്. പക്ഷേ അവർ യാതൊരു സാധനവും മാനുഫാക്ചർ ചെയ്യുന്നില്ല, അത് വിൽക്കുന്നില്ല. പക്ഷേ ഒരു ഷെൽ കമ്പനി തന്നെയാണ്. ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻ ധാരാളം വന്നിട്ടാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായ പേജർ സപ്ലൈ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതിലേക്ക് എന്തെങ്കിലും ഈ സമീപഭാഗത്ത് എപ്പോഴെങ്കിലും ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഇസ്രയേലിലെ അവരുടെ മൊസാദിൻ്റെ ഓപ്പറേഷൻ രീതികൾ വളരെയധികം വിചിത്രവും വളരെ ബുദ്ധിപൂർവവും നമുക്കൊന്നും പെനിട്രേറ്റ് ചെയ്യാൻ കയറാൻ പറ്റാത്ത രീതിയിലുള്ളത് തന്നെയാണ്. ഇത് തന്നെ ലോകം തന്നെ ഒരിക്കലും ഇങ്ങനെ ഡിജിറ്റൽ വാർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരേ സമയത്ത് ലോകത്തിൻ്റെ എവിടെ പോയി ഏത് എക്യുപ്മെൻറ്റും ഒരേ സമയം പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനം ഇസ്രയേലിനുണ്ട്, അല്ല അതിനുള്ള കഴിവുണ്ട്, അല്ല അതിനുള്ള ടെക്നോളജി ഉണ്ട്. അതിനുള്ള ചില മൊസാദിൻ്റെ ചാരന്മാർ പോയി ആ കമ്പനികളിൽ നുഴഞ്ഞു കയറി അവിടെ ടെക്നീഷ്യനായിട്ട് ചേർന്നിട്ടും ഉണ്ടാവാം. ഏതാണ് നടന്നതെന്ന് നമുക്കറിയില്ല. എങ്കിലും വരും ദിവസം കുറച്ചൊക്കെ വ്യക്തത കിട്ടുമെങ്കിലും ഇത് ട്രാക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. റിൻസൺ ജോസിനെ പറ്റി സമീപഭാഗത്തൊന്നും യാതൊരു വിവരവും ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. വീട്ടിലെ മാതാപിതാക്കളെ 3 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. നല്ല പയ്യനാണ്, നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ ശുദ്ധനാണ്, നേരത്തെ അച്ഛനാകാൻ പോയ വ്യക്തിയാണ് ക്രിസ്ത്യൻ കുടുംബത്തിൽ. അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരിക്കലും ഇടപെടില്ല. ഏതെങ്കിലും ചതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷെൽ കമ്പനി കൂടെ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാം എന്നൊക്കെയാണ് നാട്ടിലുള്ള വാർത്തകൾ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി അല്പസ്വല്പം കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ.